എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ മീഹോക്കിനെ കുറിച്ചാണ്. നമ്മുടെ മീഹോക്കിനെ പറ്റിയുള്ളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. ഇപ്പോൾ വൺ പീസ് ഫാൻസിനിടയിൽ വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീഹോക്കിൻ്റെ പാസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്കും ഇതറിയാൻ പറ്റൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എത്തി വെക്കണം. എന്നാലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയറും ചെയ്യൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മീഹോക്കിനെ കുറിച്ചൊന്ന് നോക്കാം. നമുക്കറിയാം, വൺ പീസിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സിലൊരാണ് നമ്മുടെ മീഹോക്ക്. മീഹോക്ക് ആയിക്കോട്ടെ, മീഹോക്കിൻ നമ്മുടെ 7 വാർലോഡ്സിൽ ഒരാളായിരുന്നു. അത് മാത്രമല്ല, വൺ പീസിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സോർട്സ്മാൻ നമ്മുടെ മീഹോക്കാണ്. നമ്മുടെ സോറോയുടെ ഡ്രീം പോലും മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്ത് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സോർട്സ്മാൻ ആകുക എന്നുള്ളതാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചില യോങ്കോസിനെക്കാട്ടും നമ്മുടെ ലൂഫിനെക്കാട്ടും ബൗണ്ടി പോലും നമ്മുടെ മീഹോക്കിനുണ്ട്. ഇതിന് മാത്രം മീഹോക്ക് എന്തായിരിക്കും നമ്മുടെ പാസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു തിയറി വന്നിട്ടുള്ളത്. ഈ തിയറി ചിലപ്പോൾ സത്യമായിരിക്കാം. അപ്പോൾ ആ തിയറിയിൽ പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഷോക്കായി പോകും. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മീഹോക്ക് ഒരു ഫോർമൽ ഹോളി നൈറ്റ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ആ കണ്ട തിയറിയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മീഹോക്കിൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. വൺ പീസിൽ നമ്മൾ കണ്ടിട്ടുള്ള പലതരം ഐസിലും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ണാണ് നമ്മുടെ മീഹോക്കിൻ്റെത്. ആ കണ്ണ് അങ്ങനെ ആകാൻ കാരണം എന്തായിരിക്കും? അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്ററിൽ നമ്മുടെ ഗംഗുവിൻ്റെ കണ്ണ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇമു പൊസസ് ചെയ്യുന്ന സമയത്ത് ഗംഗുവിൻ്റെ കണ്ണ് ഏകദേശം മീഹോക്കിൻ്റെ കണ്ണിൻ്റെ അതേ തരത്തിലുള്ള ഒരു കണ്ണായി മാറുന്നത്. നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഐ പാറ്റേണാണ് അതിന് ഉള്ളത്. നമ്മുടെ ഗംഗുവിൻ്റെ കണ്ണ് അങ്ങനെ മാറിയത് നമ്മുടെ ഇമു നമ്മുടെ ഗംഗുവിനെ പൊസസ് ചെയ്ത സമയത്താണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മീഹോക്കിനെയും നമ്മുടെ മീഹോക്കിൻ്റെ പാസ്റ്റിൽ നമ്മുടെ ഇമു പൊസസ് ചെയ്ത് കാണുമോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന് മറ്റൊന്നുമല്ല, നമ്മുടെ മീഹോക്കിൻ്റെ കണ്ണ് നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ മീഹോക്കിനെ നമ്മുടെ ഇമു ചെറുപ്പത്തിലെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകും. പിന്നെ നമ്മുടെ മീഹോക്കിൻ്റെ ബൗണ്ടി നമുക്കറിയാം. നമ്മളെ വൺ പീസിൽ ഇപ്പോഴുള്ള യോങ്കോസിൽ പല യോങ്കോസിനെക്കാട്ടും ബൗണ്ടി നമ്മുടെ മീഹോക്കിനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാർലോഡിന് ഇത്രയും ബൗണ്ടി കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയ ബൗണ്ടി ഉണ്ടെങ്കിൽ അതിന് മാത്രം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മീഹോക്ക് ചെയ്തിട്ടും ഉണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ മീഹോക്ക് നമ്മുടെ ഇമുവിൻ്റെ കൺട്രോൾ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഹോളി നൈറ്റ്സിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് നമ്മുടെ മറീൻസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാകും. ഒരു പക്ഷേ ഇത് കാരണമായിരിക്കും നമ്മുടെ മീഹോക്കിന് ഇത്രയും വലിയൊരു ബൗണ്ടി തൻ്റെ തലക്ക് വരാൻ കാരണം. അത് മാത്രമല്ല, നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് നല്ല രീതിക്ക് അറിയാം മീഹോക്ക് എത്രമാത്രം വലിയ ഒരു ത്രെഡായിരിക്കും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മീഹോക്കിൻ്റെ നമ്മുടെ സ്പോർട്സ്മാൻ സ്കില്ല് ഇത്രമാത്രമായിരിക്കും അവർ ഹോളി നൈറ്റ്സിലുള്ളപ്പോൾ നമ്മുടെ ഹിമൂസാമയ്ക്കും മറ്റുള്ള വേൾഡ് ഗവൺമെൻറ്റിനും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ മീഹോക്കിനെ കുറിച്ച് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു തിയറി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ തിയറി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ തിയറി സത്യമാകണമെന്ന് ഒരു കാര്യമില്ല. ഞാൻ വെറുതെ ഒന്ന് കണ്ടപ്പോൾ നിങ്ങളെ കൂട്ടൊന്ന് അറിയിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ഓൺ നോട്ടിഫിക്കേഷൻ എത്തി നോക്കണം. മറ്റൊരു ബൈ ബൈ.